കാഞ്ഞങ്ങാട് നഗരത്തിലെ പെട്ടിക്കടകൾ നഗരസഭ നീക്കം ചെയ്തു. പ്രതിഷേധവുമായി BMS രംഗത്ത്. പെട്ടി വിട്ടുതരും, ലോട്ടറിയും വിട്ടുതരും, പക്ഷേ തിരിച്ചവിടെ കൊണ്ടുവയ്ക്കരുത്. ബാക്കിയുള്ളതെല്ലാം നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും 45 അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അന്ന് 45 എണ്ണവും അതിന് ഞാൻ പറയട്ടെ, ഈ 45 എണ്ണവും നാളെയും ഇന്നുമായിട്ട് എടുക്കും. അപ്പോൾ എടുത്തത് ഇപ്പോൾ ചെറിയൊരു ഫൈൻ ഉണ്ട്, ആ ഫൈൻ അടച്ചിട്ട് നിങ്ങൾ പെട്ടി കൊണ്ടുപോയിക്കോളാം, ലോട്ടറിയും കൊണ്ടുപോകും. അല്ല, അത് പറ്റില്ല. നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത് പുതിയോട്ടേക്ക് തന്നെ നിരവധി വർഷങ്ങളായി വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന നിരാലംബരായിട്ടുള്ള അനവധി തൊഴിലാളികൾ അവർ ലോട്ടറി കച്ചവടം നടത്തിയും അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വിറ്റ് കച്ചവടം നടത്തുന്ന തൊഴിലാളികളെ ചില സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ ഒത്താശയോടുകൂടി അവരെ ഇന്ന് ഏകപക്ഷീയമായി ഒരു സുപ്രഭാതത്തിൽ നാമമാത്രമായ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന തൊഴിലാളികളെ അവരുടെ കട എടുത്തു മാറ്റിക്കൊണ്ട് നഗരസഭ വിവേചനം കാണിച്ചിരിക്കുകയാണ്. നഗരസഭ പറയുന്നു നമ്മളിവിടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ എല്ലാവരും കൗൺസിലർമാരും അതുപോലെ തന്നെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ വകുപ്പ് തലത്തിലെ ട്രേഡ് യൂണിയൻ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള കമ്മിറ്റി രൂപീകരിച്ചതെന്ന് പറയും.